നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള താരമാണ് ദിലീപ്. അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട്. നടി മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ദിലീപിന്റെ വ്യക്തി ജീവിതം സമൂഹ മാധ്യമങ്ങളിലെ സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത്. വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെ നിരവധി ഗോസിപ്പുകൾ ദിലീപിന്റെ പേരിൽ വന്നു. നടി കാവ്യ മാധവനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളായിരുന്നു ഏറെയും. പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രണ്ടുപേരുടെയും വിവാഹം. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് തങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ഇപ്പോൾ കാവ്യ സിനിമയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. ദിലീപിനും കൈനിറയെ ചിത്രങ്ങളുണ്ട്. താരത്തിന്റെ ഏറ്റവും പുതിയ റിലീസ് തങ്കമണിയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇളയ മകൾ മഹാലക്ഷ്മിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും താരം പങ്കുവയ്ക്കുന്നുണ്ട്. പൊതുവെ കുറുമ്പിയായ മഹാലക്ഷ്മിയെ മാമാട്ടി എന്നാണ് വീട്ടിൽ എല്ലാവരും വിളിക്കാറ്. ചേച്ചി മീനാക്ഷിയുമായി മഹാലക്ഷ്മിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ദിലീപ് പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരുന്നു. ഇപ്പോഴിതാ മഹാലക്ഷ്മി വീട്ടിൽ വെച്ച് പറഞ്ഞ ഒരു കുസൃതി പ്രേക്ഷകരോട് പങ്കുവച്ചിരിക്കുകയാണ് ദിലീപ്. ദിലീപ് അഭിനയിച്ച ശൃംഗാരവേലൻ എന്ന ചിത്രത്തിൽ നായിക വേദികയെ സാരി ഉടുപ്പിക്കുന്ന ഒരു രംഗം ടിവിയിൽ കണ്ടപ്പോൾ മഹാലക്ഷ്മി കാവ്യമാധവനോട് പറഞ്ഞ ഒരു ഡയലോഗ് രസകരമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. അച്ഛന് അമ്മയെ ഇഷ്ടമല്ലെന്നാ തോന്നുന്നേ എന്നായിരുന്നു മഹാലക്ഷ്മിയുടെ പ്രതികരണം. ചെറിയൊരു വഴക്കുണ്ടാക്കാൻ ഒരാൾ മതി എന്ന അവതാരകയുടെ കമന്റിനെയും ദിലീപ് ശരിവെച്ചു. UKGയിൽ പഠിക്കുകയാണ് മഹാലക്ഷ്മി. ഇപ്പോൾ മകളും കാവ്യയും ചെന്നൈയിലാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു. മകളുടെ കാര്യത്തിലാണ് കാവ്യയുടെ പൂർണ്ണ ശ്രദ്ധയെന്നും അവൾ ഭയങ്കര കാന്താരിയാണെന്നും ഒക്കെയായിരുന്നു ഒരിക്കൽ ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞത്. ഭയങ്കര കാന്താരിയാണ്. ഒരു 2 ദിവസം നൈറ്റ് ഷൂട്ടൊക്കെ ആയിട്ട് രാവിലെ വൈകിയാണ് ഞാൻ എഴുന്നേറ്റത്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഇവൾ വിളിച്ചു, ഞാൻ എടുത്തില്ല. പകരം എനിക്കൊരു വോയിസ് നോട്ട് അയച്ചു. അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു, അച്ഛനെ ഇന്നും ഞാൻ വിളിച്ചു, ഫോൺ എടുത്തില്ല, ഞാൻ പോവുക. അത് കഴിഞ്ഞ് ഇനി അച്ഛൻ വിളിക്കും, നമ്മൾ എടുക്കരുത്, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വീട്ടിൽ പറഞ്ഞത്. ഇതാണ് അവളുടെ കുറുമ്പെന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. മഹാലക്ഷ്മിയുടെ ഹോംവർക്ക് എല്ലാം ചെയ്യാൻ സഹായിക്കുന്നത് കാവ്യയാണ്. കാവ്യ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയൊന്നുമല്ല. പണ്ട് മുതൽ അവൾ ഷോർട്ട് ടെമ്പേർഡ് ആണ്. പെട്ടെന്ന് കാവ്യയ്ക്ക് ദേഷ്യം വരും. മക്കളെ തള്ളരുത്, വഴക്ക് പറയരുത്, പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ കാവ്യയോട് പറഞ്ഞിട്ടുണ്ട്. മീനാക്ഷി ഇന്നേ വരെ എനിക്ക് തല്ലേണ്ടി വന്നിട്ടില്ല. എൻ്റെ ടോൺ മാറിയാൽ അവൾക്ക് കാര്യം മനസ്സിലാകും. മഹാലക്ഷ്മിയെ ഒരു വട്ടം അടിച്ചിട്ടുണ്ട്. മീനാക്ഷി വളരെ സൈലന്റ് ആണ്, എല്ലായിടത്തും ലിസണറാണ്, എന്നെ പോലെയാണ്. മഹാലക്ഷ്മി പക്ഷേ കാവ്യയെ പോലെയാണ്. എവിടെ പോയാലും എല്ലാവരോടും കൂട്ടുകൂടും. ഞാനും മീനാക്ഷിയും സൈലന്റ് ആൾക്കാരാണ് എന്നാണ് ദിലീപ് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. മീനാക്ഷി MBBS പൂർത്തിയാക്കി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ മീനാക്ഷിക്ക് സിനിമയിൽ എത്തിയില്ലെങ്കിലും ആരാധകർ ഏറെയാണ്. നിരവധി പേരാണ് താരപുത്രിയെ പിന്തുടരുന്നത്. നിരവധി ചിത്രങ്ങളും ഡാൻസ് വീഡിയോകളും എല്ലാം മീനാക്ഷി പങ്കുവെച്ചെത്താറുണ്ട്. അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ, ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും ദിലീപ് മറുപടി പറഞ്ഞിരുന്നു. കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം. ഞാനായിട്ട് ഒന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് നൽകിയ മറുപടി. ദിലീപിന്റെ മറുപടിയോടെ ആരാധകർ വീണ്ടും പ്രതീക്ഷയിലാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.